മോനെ ഹായ്. ക്ഷീണത്തിലാണ്. നമ്മൾ അതിനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ആശാൻ നല്ല ക്ഷീണത്തിലാണ്. കിടന്നോ. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക വിത്ത് യുവർ പെർമിഷൻ. രഞ്ജിത്തെ പോയി പണി നോക്കാൻ. കുറേ നേരമായി. രഞ്ജിത്തിനെ മിക്കവാറും എടുത്തിട്ട് കൊടയും ഗൈസ്. പാവം കേട്ടോ, പാവം. അത് ഹായ് ഇത് ചിരിച്ച് കാണിക്കുന്നു. എന്നാ പോയേക്കാം. കാടിനകത്തൂടെ ഭയങ്കര കാടായിട്ട്. ഡേഞ്ചറാണോന്നറിയില്ല, ഡേഞ്ചറാണ് ഗൈസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവ പെരിയാർ ഫോറസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് മണപ്പുറം ദേശം കടവെന്നും ആയിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ 2 സെക്ഷനായിട്ട്, ഒന്ന് ഈ വണ്ടിയിൽ തന്നെ ഒരു ഓഫ് റോഡിങ്ങും ഉണ്ട്, പിന്നെ ഈ ലൊക്കേഷൻസ് നടന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. രഞ്ജിത്തെ നമുക്കിവിടെ വരെയാണ് വണ്ടിയെ വരാൻ പറ്റിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഈ മരം വീണ് കിടക്കുന്നുണ്ട്. വാക്ക് വേയിൽ ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് കെ ജ്യൂസ്. അപ്പം ഈ സൈഡിലത്തെ വിഷ്വൽസ് കാണുക ഒരു രക്ഷയില്ല. ഇവിടെ മാത്രം ആ മരം വീണാന്ന് വെച്ചാൽ വെയിലുള്ള അല്ലേ. ഈ വാക്ക് വേയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താണെന്ന് പറയാം, ഇവിടെ കപ്പിൾസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. രഞ്ജിത്തണ്ണൻ അപ്പം രഞ്ജിത്തണ്ണനും ഞാനും കൂടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഷൂട്ടിൽ വന്നത്. ഇതാണ് ദൃശ്യ മനോഹാരിത എന്ന് പറയുന്നത്. വാ, ബാഗ് വെച്ചിട്ട് ഇതാണ് ബാഗ് ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. ഈ ബാഗിൻ്റെ ഉടമസ്ഥർ ആരാന്ന് വെച്ചാൽ ഇതുണ്ടോ ഈ മരം കൊണ്ട് ചരിഞ്ഞിരിക്കുന്നത്. ഓ രഞ്ജിത്ത് ഇതിൽ കൂടെ കയറി അങ്ങ് പോവാം. രഞ്ജിത്ത് വെള്ളത്തിൽ വീണാൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല ഗൈസ്. ആഴോണ്ട് നീ മതിയോടോ ഇടോ മതിയെന്ന്. അങ്ങനെ പുള്ളി തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ബാക്കിയുള്ള മിഷൻസ് ഇതാണ് അല്ലേ. പകലൊക്കെ വന്ന് ഇത്രയും ഈ വെയിലുള്ള സമയത്ത് നോക്കി എന്ത് തണലാണ് ഇവിടെ എന്നറിയാം. ഈ ഒരു ഭംഗി എവിടെയെങ്കിലും കണ്ടു. എൻ്റെ തൊട്ടപ്പുറത്തെ കരയിൽ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് നമുക്കിവിടെ ഷൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും എനിക്കൊന്ന് വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ തണുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇവിടെ. ഈ ഏരിയ ആരും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻസാണ്. നമുക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പം അവിടുന്ന് ഇത് കണ്ട എൻ്റെ ഒരു സുഹൃത്താണ്, എടോ താൻ ഇങ്ങനൊരു ലൊക്കേഷൻ ഉണ്ട്, ഒന്ന് പോയി ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അതാണ് ഞാൻ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ശരിക്കും ഒരു കാട്ടിൽ കയറിയ ഫീലുണ്ട് കേട്ടോ. എങ്ങോട്ട് വാ, ഇതുണ്ടോ, വാ, നൈസ് പ്ലീസ്. ഒരു രക്ഷയില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മനസ്സുപോലുണ്ട്. ദയവായി ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാതിരിക്കുക. നമ്മുടെ നാടാണ്, വൃത്തിയായി സൂക്ഷിക്കുക, അതേ ഉള്ളൂ പറയാൻ. അവിടെ അത്രയും നല്ല കാടാണ്. നമ്മുടെ വണ്ടി എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഒരു ഐഡിയ ഇല്ല വണ്ടി എവിടെയാണെന്ന്. ചോദിക്കില്ലേ, ഇതിപ്പോൾ ഉൾവനത്തിലാണ് നിൽക്കുന്നത്, ഘോരവനത്തിൽ. ഇതല്ലേ ഇത്രയും തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയത്. നമുക്ക് ആ ചുറ്റിനുള്ള ഏരിയ പോലും കാണില്ല. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെ നിൽക്കുന്നത് പോലും ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന കടവ് വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിൻ്റെയാണ്. ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനമുണ്ട്. എന്നുവെച്ചാൽ രാവിലെ 6 മണി മുതൽ ആണ് പരിശീലനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗജന്യമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്ക് ഇട്ടേക്കാം. ഇത്രയും നേരം നമ്മൾ നടന്ന് ഷൂട്ട് ചെയ്തിരുന്നു. ഇപ്പം
വണ്ടിയിൽ ഈ ചുമ്മാ ഒരു ഓഫ് റോഡിങ് പോലെ നല്ല രസമാണ് വണ്ടി ഇതിനിടയ്ക്ക് ഇവിടെ ഇടയ്ക്കൊക്കെ ഉള്ള വണ്ടിയിൽ ആൾക്കാർക്ക് ഒരു ചെറിയ വീടും സൈസിൽ വെള്ളം കയറി പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഈ കറക്റ്റ് പറഞ്ഞ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തതുപോലെ കിട്ടും, നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസ്. നല്ലൊരു സ്ഥലം ഇവിടെ കിടന്നിട്ട് ഒരു മനുഷ്യനും അറിയില്ല. നോക്കി ഇത് ഭംഗിയുണ്ട് അല്ലേ? ഈ എറണാകുളത്ത് ഇത്രയും സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓഫ് റോഡിങ് ആണ് ഞങ്ങൾ ജംഗിൾ ഓഫ് റോഡ്. ഒരു ഓഫ് റോഡിങ് ആയിട്ട് തന്നെ ഇടണം അല്ലേ? ഓഫ് റോഡിങ് വാക്ക് വേ വേറെ വേണം. ഓഫ് റോഡിങ് അതായത് ബൈക്കുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓഫ് റോഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ട് ഇതുവരെ ചാടുവോ ശ്രമിക്കുക. എന്തായാലും ഇറങ്ങി ഞാൻ ഇറങ്ങി ഇതൊക്കെ ചാടും വേണ്ടി ആടും. ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മളിപ്പം വന്നിരിക്കുന്നത് ശരിക്കും ഒരു മണി സമയമാണ്. ഇതിനകത്ത് ചൂടുണ്ടോ രഞ്ജിത്തെ? കൊച്ചിയിലെ മൂന്നാർ. അത് അപ്പം നമ്മൾ ഈ കൊച്ചിയിലെ മൂന്നാറിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം കുറച്ച് വിഷ്വൽസ് ബൈ 2 വീലറിനും പിന്നെ നമ്മൾ നടന്നുള്ള വിഷ്വൽസും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സൈൻ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ പെരിയാർ ആലുവ ഫോറസ്റ്റ് അവിടെ അല്ലെങ്കിൽ ദേശം കടവ് ഈ 2 പേരിൽ അറിയപ്പെടും എന്നാണ് അറിയുന്നത്. സോ വി ആർ സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.